Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ റെയിൽവേ അധികൃതർ ഇരുമ്പ് ദണ്ഡുകൾ സ്ഥാപിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ റെയിൽവേ അധികൃതർ ഇരുമ്പ് ദണ്ഡുകൾ സ്ഥാപിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. ഒറ്റപ്പാലം നഗരസഭയുടെ പരിധിയിൽ വരുന്ന ഈ റോഡ് മുൻകാലങ്ങളിൽ റെയിൽവേ നഗരസഭയ്ക്ക് ഉപയോഗത്തിനായി വിട്ടു നൽകിയിരുന്നതാണ്. എന്നാൽ നഗരസഭ കൃത്യമായി യൂസർ ഫീസ് അടയ്ക്കാത്തതിനെ തുടർന്നാണ് റെയിൽവേ റോഡ് അടച്ചതെന്ന് പ്രദേശവാസി ആരോപിക്കുന്നു. ഇത് കാണിച്ചുകൊണ്ട് ഫെബ്രുവരിയിൽ നഗരസഭയിൽ നൽകിയ പരാതിയിൽ യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നും ഈ മറുപടി രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ തനിക്ക് റെയിൽവേയെ ബന്ധപ്പെടാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ റോഡ് മുംബൈ മുനിസിപ്പാലിറ്റി ഇതിൻ്റെ യൂസർ ഫീ ഒക്കെ അടച്ച് ക്ലിയർ ചെയ്തിരുന്നതാണ്. കുറച്ച് കാലങ്ങളായി ഫീസൊന്നും അടയ്ക്കുന്നില്ലെന്നാണ് റെയിൽവേയുടെ ഇത് കിട്ടിയത്. റെയിൽവേ ഇപ്പോൾ അടച്ചിരിക്കുന്ന ഇൻവിയോ പൈസ അടയ്ക്കാത്തത് കാരണവും കൂടുതൽ അവരുടെ സെക്യൂരിറ്റി റീസണും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിക്ക് ഫെബ്രുവരിയിൽ കൊടുത്തൊരു അപ്ലിക്കേഷനാണ്. അതിൻ്റെ റെഗുലർ റിപ്പോർട്ട് മുഴുവൻ ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് അത് കിട്ടാത്തതെന്ന് അറിയില്ല. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം എനിക്ക് പേഴ്സണലി റെയിൽവേ അപ്രോച്ച് ചെയ്യാനുള്ള സൗകര്യം കിട്ടുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ആരോഗ്യപരമായും പ്രായപരമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തങ്ങൾക്ക് നഗരസഭ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞങ്ങളിപ്പോൾ രണ്ടാളും വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. പുറത്തേക്ക് വരുന്നതിന് വലിയ പ്രയാസമുണ്ട്. മുമ്പത്തേക്കാളും ആരോഗ്യ പ്രശ്നങ്ങൾ പലതും ഉള്ളത് കാരണം അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. രാത്രി പ്രത്യേകിച്ച് ആരും പോകില്ല. അവിടെ ആ ലൈനിലേക്ക് ഉണ്ടായിരുന്നവരുടെ പലരുടെയും പടികൾ ഇപ്പോൾ ബാക്കിലേക്കുള്ള റോഡ് അവൈലബിലിറ്റി കാരണം അവരങ്ങോട്ട് മാറ്റി. അപ്പം ഞങ്ങളുടെയും അതോടുകൂടി തന്നെ ഒരു ജഡ്ജസ് ബംഗ്ലാവ് എന്ന് പറയുന്ന എവിടെയും മാത്രമേ ഈ ഭാഗത്തേക്കുള്ളൂ. അപ്പം അതിന് എന്തെങ്കിലും ഒരു സൗകര്യം മുനിസിപ്പാലിറ്റി ചെയ്തു തരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന കൗൺസിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോഴും വ്യക്തമായ മറുപടി ലഭിച്ചില്ല എന്ന് വാർഡ് കൗൺസിലർ ജയന്തി പറഞ്ഞു. നഗരസഭ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല എന്നും മറ്റു പലരും താമസം മാറി പോയതായും അസുഖം വന്നാൽ ഈ പ്രായമായ 2 പേർക്ക് റോഡിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നും നഗരസഭ എത്രയും വേഗം യൂസർ ഫീ അടച്ച ഇതിനൊരു പരിഹാരം കണ്ടെത്തി നൽകണമെന്നും വാർഡ് കൗൺസിലർ ജയന്തി പറഞ്ഞു. മുനിസിപ്പാലിറ്റി അതിൻ്റെ യൂസർ ഫീ അടയ്ക്കാത്ത കാരണം കൊണ്ടാണ് ആ വഴി അവിടെ റെയിൽവേ അടച്ചതെന്നുള്ളതാണ് പറയണത്. അപ്പോൾ റെയിൽവേക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വ്യക്തമായിട്ടും എന്താ പറയണമെന്ന് വെച്ചാൽ ഒറ്റപ്പാലം നഗരസഭ വ്യക്തമായ കാര്യങ്ങളും വേണ്ടത്ര രീതിയിലും അതിൻ്റെ ഇടപെടൽ നടത്താത്തത് കാരണം കൊണ്ടാണ് ഈ സംഭവം ഇപ്പോൾ അവിടെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ മറ്റുള്ള കുടുംബങ്ങളൊക്കെ അവിടുന്ന് വേറെ വഴി മാറ്റി പോകാനുള്ളവരും അവിടുന്ന് താമസമായി മാറ്റിപ്പോയി. ഇവർ വയസ്സായിട്ട് ഇപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും തന്നെ താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാർദ്ധക്യതര അസുഖങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ച് റോഡിലെത്തിക്കാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അവർ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തി പോകാനും പറ്റില്ല. അപ്പോൾ ആ അടയ്ക്കാനുള്ള തുക അടച്ചിട്ട് അവർക്ക് അതേ ഗതാഗതം നടത്തി കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നഗരസഭ ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.